ഓക്കെ ഓക്കെ. ഇപ്പൊ നിലവിൽ ഇവിടെ എവാക്യുവേഷൻ നടക്കുന്നുണ്ട് വെള്ളാർമല ഭാഗത്ത്. മുണ്ടക്കൈയിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മുണ്ടക്കൈയിലേക്ക് എങ്ങനെ എത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നത്? കാരണം ആകാശമാർഗമേ എത്താൻ കഴിയുമെന്ന് അറിയുന്നു. അതെ, നമ്മൾ വേറെ വഴി നാട്ടിലെ ഈ പുഴ ക്രോസ് ചെയ്ത് കയറിയിട്ട് തേയിലത്തോട്ടം വഴി പോകാൻ പറ്റുമെന്നുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായ ഒരു മാർഗം അവിടെ നിലവിലുണ്ടോ? അതുവഴി രക്ഷാപ്രവർത്തനം നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ സാഹചര്യം ഒന്നും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇവാക്യുവേഷൻ നമുക്ക് ലിഫ്റ്റിംഗ് തന്നെയായിരിക്കും പോസിബിൾ ആയിട്ടാണ്. റോഡ് കണക്ടിവിറ്റി ഇപ്പൊ നമുക്കില്ല. നമ്മളടുത്ത സിറ്റുവേഷൻ പോലും നമുക്ക് പല ആളുകൾ തരുന്ന വിവരമുണ്ട്. അപ്പൊ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സ്ഥലത്ത് ഇപ്പോൾ ചുരൽമലയിൽ രക്ഷാ ദൗത്യം ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് അതിവിടെ NDRF ഉണ്ട്, പോലീസിന്റെ, റവന്യൂ ഉണ്ട്, പഞ്ചായത്തിന്റെ എല്ലാവരും ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ചുകൂടി സ്പീഡായി നമുക്ക് നടക്കുന്നുണ്ട് കാര്യങ്ങൾ. നമുക്കിനി വേണ്ടത് മുണ്ടക്കൈയിലേക്ക് പോവുക എന്നുള്ളത്. അതെ, തീർച്ചയായും. ഈ ചുരൽമലയിൽ ഇപ്പോൾ സ്ഥിരീകരിക്കാനാവുന്ന തരത്തിലുള്ള ദുരന്തത്തിന്റെ എന്തെങ്കിലും വിവരങ്ങൾ, അതായത് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കാര്യത്തിലോ പരിക്കേറ്റവരുടെ കാര്യത്തിലോ എന്തെങ്കിലും ലഭ്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമോ? ശരി, സംഷാദ് മരക്കാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹമാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുകയാണ്. ചൂരൽമലയിൽ അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആകാശ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാവും മണ്ണും ചെളിയും നിറഞ്ഞൊഴുകുന്നത് തന്നെയാണ് ദൃശ്യങ്ങളിലുള്ളത്. ആ മേഖലയാകെ തുടച്ചു നീക്കിക്കൊണ്ട് ഈ ഉരുൾപൊട്ടി ഒഴുകിപ്പോയിരിക്കുന്നു. വളരെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടം അടക്കമുള്ള കെട്ടിടങ്ങളുണ്ട്. സംഷാദ് മരക്കാർ വീണ്ടും ചേരുന്നു. ശ്രീ സംഷാദ് മരക്കാർ, നേരത്തെ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തകരാറുണ്ടായി എന്ന് തോന്നുന്നു. താങ്കൾ ദയവായി തുടരൂ. അവിടെ നമുക്കിപ്പോൾ ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ, അതായത് ജീവൻ നഷ്ടപ്പെട്ടവർ, പരിക്കേറ്റവർ, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? നമ്മളിപ്പോ ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ളാർമല സ്കൂളിന്റെ പുറകുവശത്ത് കൂടെ വന്ന മലവെള്ളപ്പാച്ചിൽ അകപ്പെട്ടവരെയാണ്. അവിടെ കുറെ ആളുകൾ സേഫായി വീടിന്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മൾ അവിടെ നിന്ന് മാറ്റി. അവർക്ക് പലർക്കും പരിക്കുകളുണ്ട്, വലിയ ഫ്രാക്ചറുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. കുറെ ആളുകൾ മാറ്റി. പക്ഷെ അവിടെ നിന്ന് ഒരുപാട് കാഷ്വാലിറ്റികളും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു വലിയ പ്രയാസമുള്ള സ്ഥലം മുണ്ടക്കൈയാണ്. മുണ്ടക്കൈക്ക് നമുക്ക് എത്താനുള്ള സാഹചര്യം റോഡ് മാർഗം പോകാൻ കഴിയില്ല. പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ വളരെ മോശവുമാണ്. അപ്പൊ എങ്ങനെ എയർലിഫ്റ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് അവിടെ ലാൻഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂള് നിലവിൽ ഈ ഫ്ലഡിൽ അകപ്പെട്ടു എന്ന് പറയുന്നു. അപ്പൊ അതൊരു ക്ലാരിറ്റി വരുത്തണമെങ്കിൽ നമുക്കൊരു ടീം ആദ്യമായി മുണ്ടക്കൈയിൽ എത്തുക എന്നുള്ളതാണ്. മുണ്ടക്കൈയിൽ എത്തിയതിനു ശേഷം അവിടുത്തെ സാഹചര്യങ്ങൾ നമുക്ക് ഇപ്പോഴും വാട്സപ്പുകളിലൂടെയും ഫോൺ കോളിലൂടെയും ഓരോ ആളുകൾ തരുന്ന വിവരം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് അവിടെ പോയാൽ മാത്രമേ അതിന്റെ ഒരു ആധികാരികമായി നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയുള്ളൂ. അതിന് നമുക്കൊരു ടീം മുണ്ടക്കൈയിൽ ഇറങ്ങുക എന്നുള്ളതാണ്. അത് നമ്മൾ പല വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ റോഡിന്റെ പാലം പോയതുകൊണ്ട് നമ്മൾ അതിന് മുകളിലൂടെ ഈ വടമൊക്കെ കെട്ടി കുറച്ച് ആളുകളെ എങ്കിലും കടത്തിവിട്ട് അവിടുത്തെ ഒരു കാര്യം മനസ്സിലാക്കാൻ, അതിനൊപ്പം തന്നെ ഈ നാട്ടിലെ പഴയ വഴികളിലൂടെ പോയി ചെറുതായുള്ള പുഴ ക്രോസ് ചെയ്ത് തേയിലത്തോട്ടത്തിലൂടെ പോകാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ 2-3 ടീമായി നമ്മൾ ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും അവിടെ എത്തിയാൽ മാത്രമേ അവിടെ നിന്നുള്ള പൂർണ്ണമായ വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. മനസ്സിലാവുന്നു. ഒരുപാട് നന്ദി സംഷാദ് മരക്കാർ, ഈ തിരക്കിലും ഒപ്പം ചേർന്നതിന്